എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 4 ദിവസമായി നടന്നു വരുന്ന മദ്യവിരുദ്ധ ഉപവാസ സമരത്തിന്റെ അവസാന ദിവസമായി ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന എന്താണെന്നാൽ, മനുഷ്യനെ നെറികെട്ടവനാക്കുന്ന, നാട്ടു പിടിച്ച് പിച്ചുമ്പായും പറയുന്ന ഈ മദ്യപാനം വേണോ എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. എന്നോട് ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡെയിലി വെള്ളം അടിക്കുന്ന എന്നോട് ഇങ്ങനെ തന്നെ വേണം. എന്തോന്ന് വേണം? ഇവിടുത്തെ ഷാപ്പിന്റെ വാർഷികം നടന്നത് നിങ്ങൾ എന്നെ അറിയിക്കുന്നതാ. നിന്നെ കൊണ്ട് ഞാൻ മടുത്തല്ലോ. നിനക്കൊക്കെ എന്റെ നെഞ്ചത്തോട്ട് കയറാതെ നിനക്ക് ഈ പരിപാടി നിനക്ക് തന്നെ അറിയാം. നിനക്ക് ഇവിടെ ഇപ്പൊ അവർ സ്റ്റാർ സിംഗറിന്റെ അവരുടെ ഗാനമേള നടക്കും. ആ സ്റ്റാർ സിംഗറുടെ ഗാനമേള അല്ല നടക്കുന്നത്. പിന്നെ ഇവിടെ എന്നെ നടക്കുന്ന വെച്ചാ മദ്യത്തിന് അമ്മമാര് സമരം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഞാനൊന്നു പറയുകയാണ്. മദ്യപാനം എന്നത് പാപമാണ്, പാപം. ആ 3-ാം പേജിലെ ആദ്യത്തെ വാർത്ത ഒന്ന് വായിക്കാം. കഴിഞ്ഞ 4 ദിവസമായിട്ട് അമ്മമാർ അവിടെ കിടന്ന് തലേകുത്തി പറയാ. നിനക്കറിയാവോ? ചേട്ടാ, നമ്മള് പെണ്ണുപിള്ള വീട്ടിൽ പോയപ്പോ ഇവന്മാർ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. കാട്ടിക്കൂട്ടുന്നു. ഒരു കാര്യം നിന്നോട് പറയട്ടെ, എങ്ങനെയാലും ഈ പദ്ധതി നിനക്കൊന്ന് പൊളിക്കാൻ പറ്റുമോ? എടാ, നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതെല്ലാം അറിയാവോ? അറിയാവോ? എന്താ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതെന്താ? ഇത് പൈസ. ഇതെന്തിനാ? നീ ഇതെങ്ങനെയാലും ഇത് പൊളിക്കണം. ഈ സാധനം ചെയ്യാൻ എനിക്ക് കൈക്കൂലി വേണ്ട. ഇത് എന്റെ ചോറാണ്. ഈ സാധനം പൊളിക്കാനുള്ള പരിപാടിക്ക് ഞാൻ ചെയ്തു. ഒരു കാര്യം, ഐശ്വര്യമായിട്ട് ഒരുപാടെണ്ണം ഒരു വെളിക്കോയിന് ചെയ്യണം, ദക്ഷിണയായിട്ട്. ഇത് കൈക്കൂലിയല്ല കേട്ടോ. പിന്നെ ഇത് ഇവന്മാർക്ക് ഒരു പണി കൊടുക്കാനുള്ള പണിക്കൂലിയാണ്. താങ്ക്സ്. ഓക്കെ. ഇന്ത്യ അടുത്ത വർഷം 9% വരെ വളർച്ച നേടും. ചിദംബരം പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചിദംബരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ബാക്കി വായിക്കാം. ന്യൂഡൽഹി. ഇന്ത്യയുടെ വളർച്ച ഇക്കൊല്ലം. ഇന്ത്യയുടെ വളർച്ച ഈ കൊല്ലം, അടുത്ത കൊല്ലമല്ല, ഈ കൊല്ലം 8%. 8% അടുത്ത വർഷം പ്രതിസന്ധികളെ അതിജീവിച്ച് 9% ഉയരുമെന്ന്. 9%, 1-2 9%, സഹോദരന്മാരെ, 9%. ബാക്കി വായിക്കാം. കേന്ദ്രമന്ത്രി പി. ചിദംബരം നമ്മുടെ ജോർജ് മാസ്റ്ററോ പണിക്കൻകുടിയിലെ കാട്ടാത്ത മാസ്റ്ററോ അല്ല, ചിദംബരമാണ്. ചിദംബരമാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ആർത്തുല്ലസിച്ചുകൊണ്ട് പാടാം. ചിദംബരമേ, 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 ചിദംബരമേ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, മദ്യപാനത്തിൽ നിന്ന് വേർപിരിയാൻ വന്നതാണോ? അതെ, കണ്ടത് വളരെ സന്തോഷമുണ്ട്. അതെ, ഒരു സഹോദരൻ കടന്നു വന്നിരിക്കുക. പേരെന്തോന്ന് പറഞ്ഞു? എന്റെ പേരാ ബ്രദർ യോഹന്നാൻ മുഴുവെള്ളം. ചിദംബരമേ, യോഹന്നാൻ മുഴുവെള്ളത്തിൽ. വെള്ളമടി നടത്തുന്ന ആളിന്റെ പേരാ യോഹന്നാൻ മുഴുവെള്ളത്തിൽ. പണി തരാം കേട്ടാ. പണി നടക്കട്ടെ സഹോദര, പണി നടക്കട്ടെ. പ്രിയമുള്ളവരെ, സഹോദര, ഒരു മിനിറ്റ്, ഒരു ഉപകഥ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കിക്കോളാം. തിരുവല്ലായിൽ നിന്ന് ഒരു അമ്മച്ചി എനിക്കൊരു കത്തയച്ചിരുന്നു. അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇച്ചായ, എന്റെ മകൻ ഒരു കുടിയനാണ്, ഒരു ദൂർത്തടിക്കാരനാണ്. ഭയങ്കര. അവൻ നാട്ടിൽ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു തെറിക്കൂത്ത് ജീവിതമായി. എന്റെ ദൈവം. അമ്മച്ചി എന്നോട് പറഞ്ഞനുസരിച്ച് തിരുവല്ലായിലെ അവരുടെ വീട്ടിൽ ഞാൻ ചെന്നു. സത്യം, ഈ അമ്മ തെണ്ടിപ്പോയനെ. സഹോദരൻ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? സോറി, എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ പൈസ കൊടുത്തിട്ട് സംസാരിക്കുന്ന. നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലേ? അങ്ങനെ ഈ അമ്മച്ചിയുടെ മകനുമായി ഞാൻ സംസാരിക്കണ്ടായി സഹോദര. എന്നിട്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാനിങ്ങനെ സംസാരിച്ചു. ആ പൈതൽ, ആ യുവ ചെറുപ്പക്കാരൻ, അവൻ ദൈവനാമത്തിൽ വിശുദ്ധനായി മാറി. എന്റെ ദൈവമേ, എന്ത് നുണയൊക്കെയാണ് ഈ പറയുന്നത്? നുണയല്ല സഹോദര, അനുഭവമാണ്, അനുഭവം. നിങ്ങളെ ഡ്യൂട്ടി, ഞാൻ എന്റെ ഡ്യൂട്ടി. അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. അതിനിടയ്ക്ക് കയറി താൻ അലമ്പുണ്ടാക്കരുത്. തന്റെ ഉള്ളിൽ മദ്യമാണ്, മദ്യം. പിന്നെ മദ്യം കഴിച്ച് പിന്നെ മദ്യമല്ല പിന്നെ ഞാൻ വരുന്നത്. തനിക്കറിയോ കർത്താവായ യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു എന്നറിയോ? വെള്ളത്തിന് മീതെ നടന്നവനാണ്. വെള്ളത്തിന് മീതെ നടന്നവനാണ് സഹോദര. വെള്ളത്തിന് മീതെ നടന്നല്ലേ ഉള്ളൂ. ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്ന ആളാ കേട്ടോ.
എന്റെ അടുത്ത് കൂടുതൽ ഡയലോഗ് ഒന്നും പറഞ്ഞു. സഹോദര മാത്രമല്ല, സോറി എടാ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ സംസാരിച്ചു. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ചവനാണ്. പിന്നെ സോഡാപ്പൊടി ചേർത്ത് അങ്ങനെ ഇഷ്ടം പോലെ കിട്ടും. സഹോദര പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഈ മദ്യപാന സമരം ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. അതുവരെ എന്നെ ശല്യം ചെയ്യരുത് സഹോദര. എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഞാൻ തീരുമാനിച്ചു. ഞാൻ അടുത്തൊരു കഥ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ആ പാടുന്നു പാടുക. ചിദംബരമേ 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 ചിദംബരമേ. സഹോദര, ഞാനൊരു കാര്യം പറയുക. ഇതിന് ഒരു അറുതി വേണ്ട, ഇതിനൊരു അവസാനം വേണ്ട. നമുക്ക് ഈ സമരത്തിന് മദ്യപാനം അവസാനിപ്പിച്ചിട്ടേ ഞാൻ അവസാനിപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഈ മദ്യപാനം അവസാനിപ്പിക്കണം. കർത്താവ് പറഞ്ഞത് വിശക്കുന്നവന് അപ്പം കൊടുക്കണം, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കണമെന്നാണല്ലോ. ആണല്ലോ. സഹോദരന്റെ തൊണ്ട വളരുന്നില്ലേ? വളരുന്നല്ല, വരളുന്നു. ഉണ്ടല്ലോ. ഇപ്പൊ സൗണ്ടുകൾ തളരുന്നില്ലേ? തളരുന്നുണ്ട്. തൊണ്ട ഡ്രൈ ആയി വരുന്നു. എങ്കിലും ഞാൻ അടങ്ങില്ല സഹോദരൻ. യേശു ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പറ്റട്ടെ. സഹോദരൻ തൽക്കാലം എന്റെ പാതയിൽ സഞ്ചരിക്കൂ. നമുക്ക് ദാഹിക്കുന്നതിന് വെള്ളം കുടിക്കണ്ടേ? അതുവരെ ആ ഫ്ലാറ്റ്സ് സംസാരിക്കും.